അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അസസ്മെൻറ്റിൻ്റെ ഫങ്ഷൻസും യൂസസും ഫീച്ചേഴ്സും എല്ലാം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ്. ഇതൊരു ഇച്ചിരി വലിയ ടോപ്പിക്കാണ്, കാരണം നമുക്ക് പല രീതിയിൽ അത് കാറ്റഗറൈസ് ചെയ്യാം. ഇത് ആദ്യം നമ്മൾ എല്ലാ ടൈപ്സും പഠിച്ചൊന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു സമ്മറി തരാം. ഓക്കെ, സോ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ടൈപ്സ് ഓഫ് അസസ്മെന്റിൽ തന്നെ ബേസ്ഡ് ഓൺ പേർപ്പസ്, എന്തിനാണോ നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത് എന്നത് ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ടൈപ്പാണ് ബേസിക്കലി ഉള്ളത്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഇസ് വാട്ട് ബേസ്ഡ് ഓൺ പേർപ്പസ്. എന്തിനാണ് നമ്മൾ ഈ അസസ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ബേസ്ഡ് ഓൺ പേർപ്പസിലെ 4 കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഇസ് പ്ലേസ്മെന്റ് അസസ്മെന്റ്, സെക്കൻഡ് ഇസ് ഫോർമേറ്റീവ് അസസ്മെന്റ്, തേർഡ് ഇസ് സമ്മേറ്റീവ് അസസ്മെന്റ് ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. അപ്പം പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ബട്ട് വാട്ട് ഇസ് പ്ലേസ്മെന്റ് അസസ്മെന്റ്? എവിടെയാണോ നമ്മൾ ഒരു കുട്ടിയെ ആദ്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെ എവിടെ നിന്ന് തുടങ്ങാം, എത്ര ആ കുട്ടിക്ക് അറിയാം എന്ന രീതിയിൽ നമ്മൾ അസസ് ചെയ്യുന്നതാണ് എന്ത്? പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടിയെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, എവിടെയാണ് ലാക്ക് ചെയ്യുന്നത്, ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് പിന്നെയും എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അസസ്മെന്റ് ആണ് ഇത് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് എന്ത്? സമ്മേറ്റീവ് അസസ്മെന്റ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ്. ഇപ്പൊ നമ്മൾ ഫൈനൽ എക്സാം നടത്തുകയാണ്. ഫൈനൽ എക്സാം നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുക? ഈ ഒരു ഇത്രയും പോർഷനിൽ നിന്ന് കുട്ടി എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നല്ലേ നമ്മൾ ഫൈനൽ എക്സാമിൽ നോക്കുന്നത്. സോ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എന്താ കുട്ടിക്ക് അറിയാം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈവൻ ഹോസ്പിറ്റൽ വിത്ത് റെസ്പെക്ട് ടു മെഡിക്കൽ കേസസ് ആണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് എന്നൊക്കെ യൂഷ്വലി പറയാറ്. എന്താ കണ്ടുപിടിക്കുന്നത്? അതിൽ എന്താണ് ആ കുട്ടി ആ ഒരു പേഴ്സന്റെ പ്രശ്നം, അല്ലെ, എന്താ അവർക്ക് അറിയാം എന്ന ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് നടത്തുന്നത്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. വാട്ട് ഇസ് പ്ലേസ്മെന്റ് അസസ്മെന്റ്? സോ പ്ലേസ്മെന്റ് അസസ്മെന്റ് ഡിറ്റർമൈൻസ് എ ലേണേഴ്സ് സ്റ്റാർട്ടിംഗ് ലെവൽ ഓർ റെഡിനെസ് ഫോർ ഇൻസ്ട്രക്ഷൻ. അപ്പൊ എന്താണ്? നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ റെമഡിയൽ ക്ലാസ് എടുക്കാം. റെമഡിയൽ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത് ബേസിസിൽ? ആ കുട്ടിക്ക് എത്രമാത്രം അറിയാം എന്ന ബേസിസിൽ നമ്മൾ ആ കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് എന്ത്? റെമഡിയൽ ക്ലാസ്സസ്. ഓക്കെ, എന്നാൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് എടുക്കുക. എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് ടെസ്റ്റ് നടത്തുക. അതിലെന്താ നമ്മൾ നോക്കുന്നത്? ഇപ്പൊ നമ്മൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്കറിയാം, ഇപ്പം എന്താ പറയുക, ജെഇയുടെ എൻട്രൻസ് എഴുതുക അല്ലെങ്കിൽ നീറ്റിന്റെ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ഏത് കോളേജിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഏത് സിലബസ് ഈ കുട്ടി ഫോളോ ചെയ്യാൻ കേപ്പബിൾ ആണ്, അല്ലെ, എത്രമാത്രം ഈ കുട്ടിക്ക് അറിയാം, ആ ബേസിസിൽ ആ കുട്ടിയെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം. ഇപ്പം സയൻസ് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു ടെസ്റ്റ്, എവിടെ പ്ലേസ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ സ്റ്റാർട്ടിംഗ് ലെവൽ, ഈ സ്റ്റാർട്ടിംഗ് ലെവൽ വെച്ചിട്ട് നമുക്ക് ഏത് കോഴ്സ് ആ കുട്ടിക്ക് ചെയ്യിപ്പിക്കാം. ഇതാണ് എന്ത്? പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലേസ്മെന്റ് അസസ്മെന്റ് എപ്പോഴാണ് നടത്തുന്നത്? ഒരു കോഴ്സിന് ചേരാൻ പോകുമ്പോൾ, അല്ലെ, ആ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുവോ? ഇല്ല. അതിന് മുന്നേ ചെയ്തുകൊണ്ടേ ഇരിക്കുവോ? ഇല്ല. ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ ചേരാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് നമ്മൾ ചേരാൻ പോകുമ്പോൾ നമ്മൾ നടത്തുന്ന അസസ്മെന്റ് ആണ് എന്ത്? പ്ലേസ്മെന്റ് അസസ്മെന്റ്. ഓക്കെ, പിന്നെ എന്താണ്? It is conducted before the instruction begins. ഇതെന്താണ്? ഒരു സ്ക്രീനിങ് ടൂൾ ആണ്. ആൻഡ് ദിസ് ഇസ് ഓഫൺ സ്റ്റാൻഡേർഡൈസ്ഡ്. ദാറ്റ് ഇസ് കോളേജ്, നമ്മൾ എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും ഇത്. അപ്പോൾ കോളേജിന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു എന്താ പറയുക, ഹോൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ്, അല്ലെ, ആ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ്. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ടൈലർ ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ സ്റ്റുഡന്റ് റെഡിനെസ്. അതായത് സ്റ്റുഡന്റ് റെഡിയാണ്, ഇനി നമുക്ക് സയൻസ് പഠിപ്പിക്കാൻ ആ കുട്ടികൾ റെഡിയാണ്, ഇത്രയും അവർക്ക് അറിയാം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ +1 ക്ലാസ്സസ് ആണ്. അപ്പൊ ഞാൻ 10th എന്ത് ചെയ്യും? 10th ബോർഡ് എക്സാം ബേസിസിലാണ് എന്റെ എന്ത് അഡ്മിഷൻ വരിക? സയൻസ് ഗ്രൂപ്പിന്റെ അഡ്മിഷൻ വരിക. അപ്പൊ ഈ സയൻസ് ഗ്രൂപ്പിന്റെ അഡ്മിഷൻ 10th ഇപ്പൊ എന്താ? എല്ലാ കുട്ടികളും എന്തൊക്കെ പഠിക്കുന്നുണ്ട്? സയൻസ് പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ ബേസിസിൽ ഞാൻ +1 കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? സയൻസ് പഠിക്കാൻ ഇനിയും ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയവർ, അതിന് മാത്രം മാർക്ക് കിട്ടിയവർ എന്ത് ചെയ്യാം? നമുക്ക് എങ്ങോട്ട് എടുക്കാം? +1 സയൻസ് ഗ്രൂപ്പിലേക്ക് എടുക്കാം. അപ്പം സയൻസ് ഗ്രൂപ്പിൽ എന്താണ്? നമ്മൾ സയൻസ് ആ ഓറിയന്റേഷനിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടുന്ന് അവർ പഠിച്ചിരിക്കുന്ന സയൻസിന്റെ അവിടുന്ന് എത്ര പഠിച്ചിട്ടുണ്ടോ അവിടുന്ന് നമുക്ക് ബാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താണ്? ഇത് ഗ്രേഡഡ് ആണോ? അല്ല, ഇത് ഗ്രേഡഡ് അല്ല. പക്ഷെ ഇതെന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബേസ് ലൈൻ ഡേറ്റയാ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരൊക്കെ ഇത്രയും കേപ്പബിൾ ആണ് എന്ന രീതിയിൽ ഒരു ബേസ് ലൈൻ ഡേറ്റയാണ് ഇൻസ്ട്രക്ടറിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ എന്ത്? പ്ലേസ്മെന്റ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് ഇനിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇതൊരു ഓവർവ്യൂ ആണ്.
ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മോണിറ്ററിംഗ് പ്രോസസ്സാണ്. ലേണിംഗ് നടക്കുമ്പോൾ ചെയ്യുന്ന ഒരു അസസ്മെന്റ് ആണ് നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ലേണിംഗ് ഗ്യാപ്സ് വരികയാണ്. എന്താ ലേണിംഗ് ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ, പഠിച്ചിട്ട് ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒരു കുട്ടിക്ക് കുറച്ച് ടഫാണ് അല്ലെ, അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് അതിനെ നമുക്ക് ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് എന്ത്? ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ഷൻ നടക്കുന്നതിനിടയ്ക്കാണ്, ദാറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ആൻഡ് ഇൻസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അത് യൂഷ്വലി എന്താണ്? നമ്മളിപ്പം മിസ് ക്ലാസ്സിൽ കൂടെ നടന്നിട്ട് ഒരു കുട്ടി ഡിവിഷൻ ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ മിസ് എന്ത് പറയും? ഇതിങ്ങനല്ല മോനെ ചെയ്യേണ്ടത്, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ക്ലിയർ ആയി. അപ്പൊ മിസ് എന്ത് പഠിച്ചു? ആ കുട്ടിക്ക് ഡിവിഷനിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് മിസ്സിന് മനസ്സിലായി. അപ്പൊ മിസ് എന്താ ചെയ്യുന്നത്? ആ കുട്ടിയെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഷോർട്ട് കമ്മിങ് കണ്ടിട്ട് അതിനെ ഒന്നുകൂടെ ലേണിംഗ് ഗ്യാപ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഫീഡ്ബാക്ക് കൊടുത്ത് അതിനെ ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ആ കുട്ടി ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് എന്താ ഫോക്കസ് ചെയ്യുന്നത്? ആ കുട്ടി ഇംപ്രൂവ് ചെയ്യണം എന്നാണ് അല്ലെ. അതിനെ ഗ്രേഡ് ചെയ്ത് ഈ കുട്ടിക്ക് അറിയില്ല എന്ന് പറയാനാണോ? അല്ല, ആ കുട്ടി ഈ കാര്യവും പഠിക്കണം. ആ കുട്ടിക്ക് ആദ്യം ബേസ് നോളേജ് ഈ ഒരു ഡിവിഷനിൽ കുറവാണ്, പക്ഷെ ആ കുട്ടി എന്ത് ചെയ്യണം? അതൊന്നുകൂടെ നന്നായിട്ട് പഠിക്കണം. അപ്പൊ എന്ന രീതിയിൽ മിസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. അത് ഫോമലാണോ? അല്ല. അപ്പം ആ ഒരു തരത്തിലെ അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത് എത്ര വട്ടം നടക്കും? അത് നമ്മൾ പഠിത്തം നടക്കുന്ന ആ ഒരു ഫുൾ കോഴ്സിന്റെ ത്രൂ ഔട്ട് നടക്കും അല്ലെ. ദാറ്റ് ഇസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. മിസ് ഇത് ഇങ്ങനെ അസസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കുട്ടികൾക്ക് എന്ത് മാത്രം അറിയാം, ഏതാ അറിയാത്തത് അതൊന്നുകൂടെ പഠിപ്പിക്കും, പിന്നെയും നോക്കും, പിന്നെയും പഠിപ്പിക്കും, അങ്ങനെയല്ലേ പോകുന്നത്. സോ അതെന്താണ്? റിയൽ ടൈം അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ടീച്ചിങ് മെത്തേഡിലെ റിയൽ ടൈം അഡ്ജസ്റ്റ്മെന്റിന് ഒരു റീസൺ ആണ് എന്ത്? ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും നോക്കിക്കേ. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? നമ്മള് അതിന് ഫീഡ്ബാക്ക് കൊടുക്കും. കാണുമ്പോഴേ നമ്മൾ പറയത്തില്ലേ, മോനെ ഇത് തെറ്റായത് ഒന്ന് ശരിയാക്കിക്കേ, ഒന്നുകൂടെ നോക്കിക്കേ എന്ന് നമ്മൾ പറയും. ഓക്കെ, പിന്നെ എന്താണ്? ഇത് അൺഗ്രേഡഡ് ആണ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് നോക്കിക്കേ. ക്ലാസ് റൂം ഡിസ്കഷൻസ്, ടീച്ചറിന്റെ ഒബ്സർവേഷൻസ്, പിയർ റിവ്യൂസ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് വരുന്നതാണ് സമ്മേറ്റീവ് അസസ്മെന്റ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ കോഴ്സ് നമ്മൾ ചെയ്യുന്നത്. അതായത് സമ്മിറ്റ് അപ്പ്, നമ്മൾ പറയത്തില്ലേ സം അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ഒരു എൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സമ്മേറ്റീവ് അല്ലെ, അവസാനം ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുക 10th ക്ലാസ് കഴിഞ്ഞു, 10th കംപ്ലീറ്റ് ക്ലാസ്സസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യും? ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യും അല്ലെ. ഈ ബോർഡ് എക്സാമിന്റെ അതെന്താ നോക്കുന്നത്? അതുവരെ നമ്മൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത് ബോർഡ് എക്സാമിലൂടെ. അപ്പം ബോർഡ് എക്സാം എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡ് സർവേ ആണ്, അല്ലെങ്കിൽ ഒരു എൻഡ് ഓഫ് ദ കോഴ്സിൽ നടത്തുന്ന ഒരു ഇവാലുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബോർഡ് എക്സാമിന് എന്തുണ്ട്? ഒന്നുകിൽ ഗ്രേഡിംഗ് കിട്ടും, അല്ലെങ്കിൽ 10th പാസ്സായി എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ കിട്ടും, അല്ലെങ്കിൽ അടുത്തടുത്തോട്ട് പോകാനുള്ള ഒരു പ്രൊമോഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇതെന്താണ്? ഗ്രേഡഡ് ആണ്. ഇത് നടക്കുന്ന എപ്പോഴാണ്? ഫോർമേറ്റീവ് നടക്കുന്ന എപ്പോഴായിരുന്നു? ത്രൂ ഔട്ട് ദ കോഴ്സ് ആയിരുന്നു. പക്ഷെ സമ്മേറ്റീവ് അസസ്മെന്റ് നടക്കുന്ന എപ്പോഴാണ്? എൻഡ് ഓഫ് ദ ടേം ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഇടുന്ന ടെസ്റ്റ്. ഓക്കെ, അതൊക്കെ എന്താണ്? സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. പിന്നെ ഇതെന്തായിരിക്കും? ഇപ്പൊ ബോർഡ് എക്സാം എങ്ങനെയാ? ആലോചിച്ചാൽ എങ്ങനെയാ? ഫോർമൽ ആണ്, സ്ട്രക്ചേർഡ് ആണ്, ഹൈലി സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് അല്ലെ. പിന്നെ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ എന്തുമാത്രം പഠിച്ചു എന്നുള്ളതിന്റെ മെഷർ ആണ് ഈ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും അല്ലെ. എല്ലാ വർഷവും ബോർഡ് എക്സാം കാണും, അല്ലെങ്കിൽ എല്ലാ 6 months നമുക്ക് മിഡ് ടേം എക്സാംസ് കാണും, അങ്ങനെ. സോ ഇറ്റ് വിൽ ബി വാട്ട്? പീരിയോഡിക്. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതെന്താണ്? ഫ്യൂച്ചർ കരിക്കുലം പ്ലാനിങ്ങിലൊക്കെ ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചറിൽ നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഏത് സ്ട്രീം ജോയിൻ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഈ ഒരു സമ്മേറ്റീവ് അസസ്മെന്റ് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും? അപ്പൊ തന്നെ കിട്ടുമോ? ഇല്ല. എങ്ങനെയാ കിട്ടുക? ഡിലേഡ് ആയിട്ടാണ് കിട്ടുന്നുണ്ടാവുക, അതായത് റിസൾട്ട് വരുമ്പോൾ അല്ലെ. പിന്നെ ഈ ഫീഡ്ബാക്ക് കിട്ടുന്നത് നമ്മളെ എഫക്ട് ചെയ്യുമോ? കംപ്ലീറ്റ്ലി അല്ലെ, നന്നായിട്ട് തന്നെ എഫക്ട് ചെയ്യും. അപ്പൊ എക്സാമ്പിൾസ് എന്ത് പറയാം? നമ്മുടെ എൻഡ് ടേം പ്രോജക്ട്സ് പറയാം, ബോർഡ് എക്സാംസ് പറയാം, കോഴ്സ് കംപ്ലീഷൻ എക്സാംസ് പറയാം. ഇതെല്ലാം എന്താണ്? സമ്മേറ്റീവ് എക്സാംസ് ആണ്, അല്ലെങ്കിൽ സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഇനി ഫൈനലി നമ്മൾ പറഞ്ഞ ടൈപ്പ് ഏതാണ്? ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മുന്നേ എത്രമാത്രം അറിയാം എന്നുള്ളതും കണ്ടുപിടിക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഐഡന്റിഫൈസ് സ്ട്രെങ്ത്സ്, വീക്ക്നെസ് ആൻഡ് പ്രയർ നോളജ്. അപ്പൊ ഇതെന്തിനാണ്? നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എന്തിനു പറയാം? വിത്ത് റെസ്പെക്ട് ടു
മെഡിക്കൽ സിനാരിയോ പറയാം. അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലേ. സോ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരേപോലെ ആണോ? അല്ല. നമ്മൾ ചിലർക്ക് കാണാൻ ഷുഗർ കൂടിയിരിക്കുന്നു, അപ്പൊ ഈ മെഡിസിൻ കഴിക്കാൻ പറ്റില്ല അല്ലേ. ചിലർക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഈ മെഡിസിൻ ആണെങ്കിലും മതി. അങ്ങനെ പറയുമ്പോൾ എന്താണ്, അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേ ആണ് അല്ലേ. സോ ഇവിടെ എന്താണ്, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റിൽ എന്താണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബിഫോർ ഓർ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ എന്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, പ്ലേസ്മെന്റ് അസസ്മെന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ഒന്നുകിൽ തുടങ്ങുന്നതിന് മുന്നോ അല്ലെങ്കിൽ തുടങ്ങിയ ഉടനെയാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എടുക്കുന്നത്. പിന്നെ എന്താണ്, അതൊരു വളരെ ഇൻഡെപ്ത് അനാലിസിസ് ആണ് അല്ലെ. ആ കുട്ടിക്ക് എന്തുമാത്രം അറിയാം, അല്ലെങ്കിൽ എന്താണ് കുട്ടിയുടെ സ്ട്രെങ്ത്, എന്താണ് കുട്ടിയുടെ വീക്ക്നെസ്, എത്രമാത്രം ആ കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഡീപ്പായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അനലൈസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇത് പ്ലേസ്മെന്റ് ടെസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷെ എന്താണ്, ഒരു ഇച്ചിരിയും കൂടെ ഡീറ്റെയിൽഡ് ആണ്. പ്ലേസ്മെന്റ് അസസ്മെന്റുമായിട്ട് കമ്പാരബിൾ ആണ്, പക്ഷെ ഇതെന്താണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. പിന്നെ ഇതെന്ത് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുമോ പീരിയോഡിക് ആയിട്ട്? ഇല്ല. വെൻ റിക്വയർഡ് അല്ലേ, എപ്പോഴാണോ ആവശ്യം അപ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇതെന്താണ്, നമുക്ക് എങ്ങനെയാണോ സ്റ്റുഡന്റിനെ പഠിപ്പിക്കേണ്ടത് ആ ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം, ഈ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് മനസ്സിലാക്കാം. ആ കുട്ടിക്ക് എത്രമാത്രം അറിയാം, ആ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിൽ ഇപ്പം അറിയാം, ആ കുട്ടിക്ക് നല്ലൊരു നോളജ് എന്തിലുണ്ട്, ഇപ്പം ഷെയർ ട്രേഡിംഗിൽ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അതിന്റെ ബേസിസിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കും. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു ഇത്. പിന്നെ എന്താണ്, ഇതിന്റെയും ഔട്ട്പുട്ട് ഹൈ സ്റ്റേക്സ് ആണ്. കാരണം എന്താണ്, അത് ഫൈനൽ നമ്മുടെ എന്താ പറയുക, ഫീഡ്ബാക്കിനെ അല്ലെങ്കിൽ ഫൈനൽ നമ്മുടെ ഗ്രേഡ്സിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് ആണോ? അല്ല. അതെന്താണ്, ആഫ്റ്റർ ഇവാലുവേഷൻ പ്രോസസ്, ഫുൾ ഇവാലുവേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് അല്ലേ. സോ ഇവിടെ അതുപോലെ തന്നെ ഡിലേഡ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫീഡ്ബാക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് എന്താണ്, കോൺസെപ്റ്റ് മാപ്സ്, 1-to-1 ഇന്റർവ്യൂസ്, പിന്നെ എന്താണ്, സ്കിൽ ബേസ്ഡ് ടാസ്ക്, പ്രീ ടെസ്റ്റ് ഓൺ എ സബ്ജക്ട്, ഇതൊക്കെ എന്താണ്, ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്, നമ്മൾ പഠിച്ചത് അതായത് ഓൺ ദ ബേസ് ഓഫ് പേർപ്പസ് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാം, അസസ്മെന്റിനെ 4 ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാം. First one is placement assessment, second one is formative assessment, third is summative assessment, and fourth one is diagnostic assessment. Clear ആണോ? Okay, so ഇത് അതിന്റെ ഒരു കമ്പാരിസൺ ആണ്. സോ പേർപ്പസ് എല്ലാത്തിന്റെയും പറയുന്നുണ്ട്. പേർപ്പസ് എന്താണ്, പ്ലേസ്മെന്റ് അസസ്മെന്റിന്റെ ആണെങ്കിൽ പേർപ്പസ് എന്താണ്, ഇറ്റ് ഡിറ്റർമൈൻസ് എ ലേണേഴ്സ് സ്റ്റാർട്ടിംഗ് ലെവൽ ഓർ റെഡിനെസ് ഫോർ എ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ. എന്നാൽ ഫോർ ദ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പേർപ്പസ് എന്താണ്, ഇറ്റ് മോണിറ്റേഴ്സ് ഓൺഗോയിങ് ലേണിംഗ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. അപ്പൊ എന്താണ്, ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ നടക്കുന്ന ഒരു ഫീഡ്ബാക്ക് പ്രോസസ്സാണ് എന്ത്, നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സമ്മേറ്റീവ് ആണെങ്കിലോ, ഇറ്റ് ഇവാലുവേറ്റ്സ് ദ ലേണിംഗ് അറ്റ് ദ എൻഡ് ഓഫ് എ യൂണിറ്റ് അല്ലേ. പിന്നെ ഡയഗ്നോസ്റ്റിക് ആണെങ്കിലോ, ഇറ്റ് ഐഡന്റിഫൈ ദ സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് ദ പ്രയർ നോളജ് ബിഫോർ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ അങ്ങനെ ഓരോ കാര്യം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും ഇവിടെ പോയിന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പോസ് ചെയ്ത് ഒന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ഓവറോൾ കൺസെപ്റ്റ് കിട്ടും. സോ ദിസ് ഇസ് വാട്ട് ദ അസസ്മെന്റ്, വിച്ച് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ the purpose of assessment. We have 4 classification. ഞാൻ പിന്നെയും പറയാണ്, 4 classification ഉണ്ട്. ഏതൊക്കെയാണ്, പ്ലേസ്മെന്റ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.